നിങ്ങളൊക്കെ ശരിക്കും അങ്ങനെയൊക്കെ നോക്കൂ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ജാതി, മതം, പിന്നെ വീട്ടിലെ അവസ്ഥ, തറവാടിത്തം, കുലീനത്വം, ഗ്ലാമർ, പേഴ്സണാലിറ്റി, ഇതെല്ലാം നോക്കി കംപ്ലീറ്റ് കണക്കൂട്ടിക്ക് പ്രണയം വരുമായിരുന്നു. നിങ്ങൾ എങ്ങനെയാ സർക്കാർ ജോലി നോക്കും? പറയുന്ന ശ്രീപത്മനാഭന്റെ 10 ചക്രം വാങ്ങിക്കുന്നുണ്ടോ? എന്തായാലും ഒരു സർക്കാർ ജോലി ഉണ്ടാവണം എന്നുള്ളത് ആരുടെയും സ്റ്റാൻഡേർഡ് ആയിരിക്കും ഇവിടെ. നിങ്ങൾ കുറച്ചുകൂടി എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആണല്ലോ, അത്യാവശ്യം ചില വരുമാനമുള്ളവരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വരുമാനമുള്ളവർ, സാമ്പത്തികമായിട്ട് വരുമാനമുള്ളവർ പൊതുവെ ഈ പ്രണയത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ മാറിയിട്ടുണ്ടോ? വരുന്ന മുൻപ് യുഗിലുള്ളവനായതുകൊണ്ട് കുഴപ്പമുണ്ടോ? അങ്ങനെയല്ല, പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റണം ഒരാളുടെ കൂടെ. അതിപ്പോ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, പൈസ വേണം. അതിപ്പോ ഈ ഒരു എക്കോണമിയിൽ ജീവിക്കണമെങ്കിൽ ആർക്കായാലും പൈസ. അല്ല, ഒരു പ്രണയാതുരമായ ഒരു മനസ്സുമായിട്ട് വരുന്ന ഒരുത്തിനോട് നമ്മൾ ചോദിക്കും, ഡേ ഒരു കല്യാണമൊക്കെ കഴിച്ച ജീവിതം കൊണ്ടുവരണം. ലിവിങ് ടുഗദറും ഡേറ്റിംഗ് ഫേസും ഒക്കെ നമുക്ക് അത് തന്നെയാണ്. കാരണം നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് തന്നൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. ആ ലൈഫ് സ്റ്റൈൽ മാച്ച് ചെയ്യാത്ത ഒരാളുമായിട്ടാണ് നമ്മള് അബദ്ധവശാൽ നമ്മൾ ഒരിക്കലും പ്രണയത്തിലാവും. ഇറ്റ്സ് എ കോൺഷ്യസ് ഡിസിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടു, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അതൊന്നും അല്ല. പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ചു വരുമ്പോൾ ഗോ ത്രൂ ദാറ്റ് ഫേസ്, ഡേറ്റിംഗ് ഫേസിലാവുമ്പോൾ അങ്ങനെ ഒരു അതായത് നമുക്ക് വരും. അത് നമുക്ക് ഫൈനാൻഷ്യലി സെക്യൂർ ആയിരിക്കണം. അതായത് ഒരു 5 കൊല്ലം മുന്നേ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അതൊന്നും നിർബന്ധമില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയും, എനിക്ക് എന്റെ ഫൈനാൻഷ്യൽ, എന്റെ സെയിം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉള്ള ഒരാളുമായിട്ട് ഞാൻ പ്രണയത്തിൽ ഏർപ്പെടുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഐ തിങ്ക് നമ്മുടെ ജനറേഷനിൽ, ഐ എം എ ജെൻസി, നമ്മുടെ ജനറേഷനിലുള്ള മിക്കവരും അത് തന്നെയായിരിക്കും. ഇഫ് അറ്റ് ഓൾ നമുക്ക് അതിനപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ ആ ആൾക്ക് അതിനും നല്ല ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവർ കയറി വന്നോളും എന്നുള്ള ഉറപ്പിലായിരിക്കും നമ്മൾ അവരുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുക. അങ്ങനെ അറിയാതിരിക്കും, അത് അപ്പൊ ചീറ്റിംഗ് ആയില്ലേ? അവർ നമ്മളത് ട്രാൻസ്പെറന്റ് ആയിട്ട് ആദ്യം പറയാണ്. നമ്മളിപ്പോ ഒരിക്കലും കാണാത്ത ഒരാളുമായിട്ടൊക്കെ വാട്സപ്പ് വഴിയൊക്കെ പ്രണയിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെ ജെൻസി പ്രണയത്തിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ഇപ്പൊ പറഞ്ഞത്. എന്താ കാരണം, പവിത്രമായിട്ടുള്ളതില് എന്റെ സെയിം സ്റ്റാൻഡേർഡ് ആണോ നോക്കില്ല. അവിടെ സെയിം സ്റ്റാൻഡേർഡ് ആണോ നോക്കൂല. ഇത് എന്റെ സെയിം സ്റ്റാൻഡേർഡ് ആണോ ഇൻകം ഉണ്ടോ നോക്കിയിട്ടാണ് പ്രണയത്തിലെ പവിത്രമായിട്ടുള്ള എലിമെന്റ് ഇതാണ്. പൈസ നോക്കില്ല. കാലത്ത് സ്ത്രീകളും അധ്വാനിക്കുന്നവരാണ്, പുരുഷന്മാരും അധ്വാനിക്കുന്നവരാണ്. അപ്പൊ ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർ നോക്കും. ഇല്ലെങ്കിൽ ഈഗോ പ്രോബ്ലംസും കാര്യങ്ങളും കൂടുതലായിട്ട് വരും. സാർ ചോദിച്ചു നോക്ക്, സാറിന്റെ ക്ലിനിക്കിലും അങ്ങനത്തെ കേസസ് വന്നിട്ടുണ്ടാവല്ലോ. അതായത് രണ്ടുപേരും എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഇല്ലെങ്കിൽ, അത്യാവശ്യം തുട്ടില്ലെങ്കിൽ ഉള്ള കാര്യം പറയാം, ഈഗോ ക്ലാഷ് ഉണ്ടാവൂ. ഈഗോ ക്ലാഷിൽ വരുന്ന ആൾക്കാർ കുട്ടിക്ക് വേണ്ടി തല്ലുണ്ടാക്കുന്നവര്, പട്ടിക്ക് വേണ്ടി തല്ലുണ്ടാക്കുന്നവര്, ഉള്ള പ്രണയം, ഇല്ലാത്ത പ്രണയം, ഇന്റർനെറ്റ് പ്രണയം, വാട്സാപ്പ് പ്രണയം, കണ്ട പ്രണയം, കാണാത്ത പ്രണയം, ഇങ്ങനെ എല്ലാത്തിന്റെയും പേരിൽ വഴക്ക് വരാറുണ്ട്. മനുഷ്യനാണെങ്കിൽ വഴക്കുണ്ടാക്കുന്നുള്ള ഷുവറാണ്. ഇവിടെ ക്വസ്റ്റൻ ഇസ് ഓൺലി അബൌട്ട് അഫെക്ഷൻ, ലവ്, പ്രണയം, സ്നേഹം. ആ ഒരു കാര്യം മാത്രം പറയുന്നതുകൊണ്ടാണ് ഇത്രയും ലിമിറ്റഡ് ആയിട്ട് പറയുന്നത്. നമ്മുടെ ടീച്ചർ തലവരെ യാത്ര തിരിച്ചപ്പോഴേ ഇതൊന്നും ഇങ്ങനെയാന്ന് വിചാരിച്ചില്ല, ഞെട്ടിയിരിക്കുക. പറ ടീച്ചറെ. അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ സാറ് പറഞ്ഞ കാര്യം തന്നെ, ഇപ്പൊ വാട്സപ്പിലൂടെ ഒക്കെ പറയും കുട്ടിക്കും പട്ടിക്കും പ്രശ്നമുണ്ടെന്നല്ലേ പറഞ്ഞു. വാട്സപ്പിലൂടെ ഒക്കെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ മാഡം പറഞ്ഞതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേ, അതായത് എന്റെ പ്രണയം എങ്ങനെയായിരിക്കണം, അത് സാമ്പത്തികമായും സുസ്ഥിരതയാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ, ഒരു എക്കണോമിക് സെക്യൂരിറ്റി. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വാട്സപ്പിലൂടെയുള്ള പ്രണയം, അത് കഴിഞ്ഞിട്ട് ഇവരെ എവിടെയെങ്കിലും വെച്ച് പ്രണയം അങ്ങ് തീക്ഷ്ണമായതിനു ശേഷമാണല്ലോ ഇവര് കാണുന്നത്. ഈ കാണുമ്പോഴത്തേക്ക് ഇവർ ഉദ്ദേശിച്ച ആളല്ല, ഉദ്ദേശിച്ച രീതിയല്ല, ഇതൊന്നും അല്ലാതെ വരുമ്പോഴത്തേക്ക് ഇവര് എന്താ വെരിഫൈ ചെയ്തിട്ടല്ലേ നമ്മൾ അതിലേക്ക് കയറി കഴിഞ്ഞാൽ. അറിയാതെയല്ല, അറിയാതെ പ്രേമിക്കാൻ പറ്റില്ല. പ്രേമമല്ല, അത് പ്രേമമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും. യു കാണ്ട് അൺനോയിങ്ലി ലവ് സംവൺ. സി, ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ ഒരാളെ മനസ്സിലാക്കി അവരെ കണ്ടുമുട്ടി, അതിപ്പോ വീഡിയോ കോളിലും നമുക്ക് അവരെ കാണാം, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അത് പ്രണയമാവുന്നത്. മറ്റേത് വെറും ഇൻഫാക്ച്വേഷൻ.